മക്കളെ, നമ്മൾ സീറോ ഓഫ് എ പോളിനോമിയൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എക്സിന് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ പി എക്സ് സീറോ വന്നാൽ ആ എക്സിന് കൊടുത്ത വാല്യൂ സീറോ ഓഫ് പോളിനോമിയൽ ആയിരിക്കും. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വെരിഫൈ വെദർ ദി ഫോളോയിങ് ആർ സീറോസ് ഓഫ് ദി പോളിനോമിയൽ ഇൻഡിക്കേറ്റഡ് അഗൻസ്റ്റ് ദം. അതായത് പോളിനോമിയലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എക്സിനൊരു വാല്യൂ തന്നിട്ടുണ്ട്. നമ്മോട് ചോദിച്ചത് ആ എക്സിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. ആ എക്സിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പി എക്സ് സീറോ ആകുമോ? അങ്ങനെയാണെങ്കിൽ ആ എക്സിൻ്റെ ആ വാല്യൂ പി എക്സിൻ്റെ സീറോ ആയിരിക്കും. നോക്കിയോ, ഇവിടെ നമുക്ക് പി എക്സ് തന്നിട്ടുണ്ട്, 3x+1 ആണ്. എക്സിൻ്റെ വാല്യൂ അവർ -1/3 എന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഇത്രയും ചെയ്താൽ മതി. എക്സിന് -1/3 കൊടുക്കുമ്പോൾ ഈ എക്സിന് പകരം -1/3 കൊടുക്കുമ്പോൾ ഈ പി എക്സ് സീറോ ആകുമോ? നമുക്ക് നോക്കാം. പി എക്സ് എന്ന് പറയുന്നത് 3x+1 ആണ്. പി എക്സ് ഈസ് ഈക്വൽ ടു 3x+1. എക്സിന് -1/3 കൊടുത്ത് നോക്കുക. അപ്പം നമുക്ക് 3 × -1/3+1 എന്ന് വരും. ഇനി നമ്മൾ ബോട്ട്മാസ് റൂൾ അനുസരിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം മൾട്ടിപ്ലിക്കേഷൻ 3യും -1/3യും കൂടി 3 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഇവിടെ -1+1 = 0. അപ്പോൾ എക്സിന് -1/3 കൊടുത്തപ്പോൾ പി എക്സ് സീറോ വന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സ് = -1/3 ഈസ് എ സീറോ ഓഫ് ദി പോളിനോമിയൽ പി എക്സ് = 3x+1. ഇതുപോലെ മറ്റ് ക്വസ്റ്റ്യൻസ്. ഇവിടെ എക്സിന് 4/5 കൊടുത്തിട്ട് പി എക്സിലേക്ക് കൊടുത്ത് നോക്കി. അത് സീറോ ആകിയാലെന്ന് കാണുമ്പോഴേ അറിയാം. കാരണം ഇവിടെ ഒരു -π ഉണ്ട്. അപ്പം ഇവിടെ 4/5 കൊടുത്തു കഴിഞ്ഞാൽ 4/5 കൊടുത്താൽ ഈ 5 കട്ടായി പോവും. പക്ഷേ 4 - π എന്നേ വരുള്ളൂ, സീറോ വരത്തില്ല. അപ്പം എക്സ് = 4/5 എന്ന് പറയുന്നത് പി എക്സിനെ സീറോ ആക്കത്തില്ല. Therefore x = 4/5 ഈസ് നോട്ട് എ സീറോ ഓഫ് ദ പോളിനോമിയൽ. ഈ പോളിനോമിയലിൻ്റെ സീറോ അല്ല. ഇനി ഇത് മക്കളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. പി എക്സ് x² - 1 ആണ്. എക്സിന് 1 കൊടുത്ത് നോക്കിയേ. എക്സിന് 1 കൊടുത്താൽ 1² - 1 സീറോ ആവും. ഇനി എക്സിന് -1 കൊടുത്ത് നോക്കിയേ. -1ന്റെ സ്ക്വയർ 1 വരും. അപ്പോൾ 1 - 1 സീറോ ആകും. അപ്പം നമുക്ക് എക്സ് = 1ഉം എക്സ് = -1ഉം പി എക്സിൻ്റെ സീറോയാണ്. ഇനി ഇവിടെ ഒന്ന് നോക്കിയേ. പി എക്സ് എന്ന് പറയുമ്പോൾ x+1 × x - 2 ആണ് അല്ലേ? എക്സിന് -1ഉം 2ഉം തന്നു. രണ്ടിലും സീറോ ആവും. കാരണം എക്സിന് -1 കൊടുത്താൽ ഇവിടെ തന്നെ -1+1 സീറോ വരും. ഇനി എക്സിന് 2 കൊടുത്താൽ ഇവിടെ 2 - 2 സീറോ വരും. അപ്പം പിന്നെ ഇവിടെ 2 കൊടുത്താലും 2+1 3 ഇവിടെ വന്നാലും ഇവിടെ സീറോ വരുന്നതുകൊണ്ട് പി എക്സ് സീറോ ആവും. അപ്പം നമുക്ക് എക്സ് = -1 2. അത് രണ്ടും സീറോ ഓഫ് ദി പോളിനോമിയൽ x+1 × x - 2. അപ്പോൾ ഇത് മക്കൾ ഹോംവർക്കായിട്ടൊന്ന് ട്രൈ ചെയ്ത് തനിച്ച് നോട്ട്സിൽ എഴുതണം. എഴുതിയിട്ട് കറക്റ്റായിട്ട് ആൻസർ കിട്ടിക്കഴിയുമ്പം സാറിന് കമൻ്റായിട്ട് സാറിനെ ഒന്ന് അറിയിക്കണം. അപ്പോൾ സാറിൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മുന്നോട്ടുള്ള വീഡിയോസ് എല്ലാം മക്കൾക്ക് ആ സമയം തന്നെ, സാർ എടുക്കുന്ന ആ സമയം തന്നെ മക്കളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി മക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലെ കൂട്ടുകാരിലേക്കൊക്കെ സാറിനെ ഒന്ന് ഷെയർ ചെയ്യണം.